Hello all, welcome to Teacher at Home. Today class we are going to learn the first chapter of the chemistry, that is the structure of atom. What a variety of materials are there in our surroundings. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ വിവിധ തരം വസ്തുക്കൾ കാണാൻ കഴിയും അല്ലേ? What may be the reason for the diversity in nature? How can this material be formed in the surroundings? അപ്പോൾ ഈ ഡൈവേഴ്സിറ്റിയുടെ കാരണം എന്തായിരിക്കും? അതുപോലെ എന്താണ് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ നിർമ്മിച്ചതാണ്? We know that all the substance in the surroundings are made up of എല്ലാ വസ്തുക്കളും എന്തെന്നെയാണ് extremely small particles. It is made up of extremely small particles called molecules. ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്താണ്? മോളിക്യൂൾ അല്ലേ? Containing all the properties of that element. We had already learned that molecule can be subdivided into minute particles. ഈ മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ again divide ചെയ്യാൻ പറ്റും അല്ലേ? ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കാം? ആറ്റം ആയിട്ട് മാറ്റാൻ പറ്റും. This means molecules of all substance are made up of എല്ലാ മോളിക്യൂളും എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ചെറിയ പാർട്ടിക്കിളായ ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് അറ്റോമിക് തിയറി. ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തത്. എപ്പോഴാണ്? 1807 അല്ലെ? For the study of atoms and for finding how matter has been formed. ആറ്റത്തെ കുറിച്ച് പഠിക്കാനും പിന്നെന്താണ് ഓരോ മാറ്റർ വസ്തുക്കളും എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയാൻ. This idea is proposed in the atomic theory had lasted for nearly 1 century. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പഠനം ഒരു സെഞ്ചുറിയോളം ഒരു നിലനിന്നു. വേൾഡ് ഓഫ് സയൻസ് could not put forward sufficient observation. അപ്പൊ ഈ സയൻസിന്റെ ലോകം ഇതിനെ തക്ക കാരണങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല. What are the major concept? അപ്പൊ ഡാൾട്ടൺ തിയറിയിലെ മേജർ കൺസെപ്റ്റ് എന്തൊക്കെയാണ്? അതൊക്കെ ചുവടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ജോൺ ഡാൾട്ടൺ, കാലഘട്ടം 1766 to 1844. പ്രൊപ്പണന്റ് ഓഫ് അറ്റോമിക് തിയറി. അറ്റോമിക് തിയറി കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഹി ഹാഡ് കളർ ബ്ലൈൻഡ്നെസ് അല്ലെ? എന്താണ്? വർണ്ണാന്തത. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡാൾട്ടണിസം. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഡാൾട്ടണിസം എന്ന പേര് ലഭിച്ചത്. Logical thinking. They were not supported by experimental observations or scientific evidences. As this theory could logically explain the basic ideas regarding the information of substance and its characteristic. Hence this theory existed for many years. അതുകൊണ്ടാണ് കുറെ കാലം ഇത് നീണ്ടു നിന്നത്. Major ideas of atomic theory. Matter is made up of minute particle called atom. Matter എന്ന് പറയുന്നത് ചെറിയ പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് പറയും? ആറ്റം എന്ന് പറയും. Atom cannot be divided during chemical reaction. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ആറ്റത്തെ വിഘടിക്കാൻ പറ്റില്ല. Can neither be created. ആറ്റത്തിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് കഴിയുകയില്ല. Atom of the same elements are identical in properties, size and mass. ഒരേ എലമെന്റ്സ് അല്ലെ? സെയിം എലമെന്റ്സിന് എന്താ ഉണ്ടാവുക? ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടിയും സൈസും മാസും അല്ലെ? സ്വഭാവത്തിലും സൈസിലും മാസിലൊക്കെ ഒരുപോലെ ആയിരിക്കും. ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ്. ആറ്റം പല എലമെന്റ്സിന്റെ ആറ്റംസ് എന്തായിരിക്കും? ഡിഫർ ഇൻ ദ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടിയിലും മാസിലും ഡിഫറെന്റ് ആയിരിക്കും. ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട്. ആറ്റം എന്ന് പറയുന്നതാണ് എന്ത്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. അത് എന്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. Compounds are formed when 2 or more atoms combine together in simple ratio. അപ്പൊ കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്തത്? 2 or 3 ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക? കോമ്പൗണ്ട് ഫോം ചെയ്യുക. What are the characteristics of an atom of an element according to the atomic theory? Atomic theory പ്രകാരം എന്തൊക്കെയാണ് characteristics? What different? Particles smaller than atoms. Even when the atomic theory existed, studies on matter and inquiries on the possibilities of dividing atom had been continuing. Observation and results of numerous experiments have contradict to that of atomic theory. Some are listed. Rub a compound. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചീർപ്പ് കൊണ്ടിട്ട് ഡ്രൈ ആയ ഹെയർ ഒന്ന് ഉരസി നോക്കുക. എന്നിട്ട് അതിന് ശേഷം ബ്രിങ് നിയർ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പർ. കുറച്ച് കടലാസ് കഷ്ണങ്ങളിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ആകർഷണം നടക്കും അല്ലെ? അട്രാക്ഷൻ നടക്കും. Take an inflated balloon, rub it with the dry hair for some time. Now place the surface of the wall and withdraw your hand. അതുപോലെ ബലൂണ് നമ്മൾ എന്ത് ചെയ്യണം? മുടിയിൽ ഉരസിയ ശേഷം ചുമരിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്? അതിലേക്ക് ആകർഷണമാണ് നടക്കുക. How do things like compound balloon acquire the capacity to attract? Given below are the observations. Experiments and assumptions have been given.
സയന്റിസ്റ്റ് എക്സ്പെരിമെന്റും അവരുടെ ഫൈൻഡിങ്. അപ്പൊ കുറച്ച് സയന്റിസ്റ്റും അവരുടെ പേരും പിന്നെ അവർ ചെയ്ത എക്സ്പെരിമെന്റും കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഹംഫ്രി ഡേവി, കാലഘട്ടം 1778 to 1823. ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി, അപ്പൊ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് സർ ഹംഫ്രി ഡേവി എന്ത് ചെയ്തത്? ഐസൊലേറ്റഡ് മെനി എലമെന്റ്സ് ഫ്രം കമ്പൗണ്ട്സ്, അല്ലെ, ഓരോ കമ്പൗണ്ട്സിൽ നിന്ന് എലമെന്റ്സിനെ വേർതിരിച്ചത് എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട്. ഏതൊക്കെയാണ് എലമെന്റ്സ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ. He conducted experiments which involved the passage of electricity. അപ്പൊ എന്ത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്? ഇലക്ട്രിസിറ്റി ഏതിലൂടെ പാസ് ചെയ്തു? ലിക്വിഡിലൂടെ പാസ് ചെയ്തു. He understood the presence of electric charges in substances. He established that there are two types of charge. രണ്ട് തരം ചാർജുകൾ ഉണ്ട്. ഏതൊക്കെയാ അത്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. It is the electric charges that enable substance. Electric charge ആണ് എന്ത്? ഒരു സബ്സ്റ്റൻസിനെ റിയാക്ട് വിത്ത് അതർ സബ്സ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. മൈക്കിൾ ഫാരഡേ 1791 to 1867. മൈക്കിൾ ഫാരഡേ is known as the father of electricity. അപ്പൊ ഇലക്ട്രിസിറ്റിയുടെ ഫാദർ ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. From the experiments conducted along with Sir Humphrey Davy, he found that electricity can pass through liquids, അല്ലെ. മൈക്കിൾ ഫാരഡേനെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. സർ ഹംഫ്രി ഡേവി കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റില് നമ്മൾ എന്താ കണ്ട? ഇലക്ട്രിസിറ്റി ലിക്വിഡ് കൂടെ പാസ് ചെയ്തു. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോളിസിസ് എന്ന് പറയുക. ലോ ഇൻ കളക്ഷൻ വിത്ത് ദിസ്. അതിനുശേഷം അദ്ദേഹം എന്താണ് കുറെ നിയമങ്ങൾ പ്രസ്താവിച്ചു. ഹെൻറിച്ച് ഗെയ്സ്ലർ 1857. ഹെൻറിച്ച് ഗെയ്സ്ലർ, the German physicist and glass blower. Blower means skillful in making glass, അല്ലെ. ഗ്ലാസ് ഉണ്ടാക്കാൻ വൈവിധ്യമുള്ള ആൾ. ഇൻവെന്റഡ് ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്. ഇൻവെൻഷൻ ഓഫ് ദിസ് റിവീൽഡ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? ഇലക്ട്രിസിറ്റി ഗ്യാസിൽ കൂടെയും പാസ് ചെയ്യാൻ പറ്റും. ആക്സിലറേറ്റഡ് സ്റ്റഡീസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസസ്. ഓരോ സബ്സ്റ്റൻസിന്റെയും ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ജൂലിയസ് പ്ലക്കർ 1801 to 1868. ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ഗ്യാസസ് അറ്റ് വെരി ലോ പ്രഷർ. ഇലക്ട്രിക് കറന്റ് എന്താണ്? ഗ്യാസിലൂടെയും പാസ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്താണ്? ചെറിയ പ്രഷറിലൂടെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുക. It was found that if the pressure inside the tube decreases beyond a lower limit, അതായത് ആ ട്യൂബിന്റെ ഉള്ളിൽ പ്രഷർ കുറയുകയാണെങ്കിൽ, അല്ലെ, ഒരു ലിമിറ്റിനെ കാട്ടി കുറയുകയാണെങ്കിൽ, ഗ്ലോ ഓഫ് ലൈറ്റ് വിൽ ബി സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ട്യൂബ്. ഗ്ലോ കാണാൻ പറ്റും. എവിടെ? ഗ്ലാസ് ട്യൂബിന്റെ സൈഡിൽ. ഇഫ് എ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് നിയർ ദ ഗ്ലോ, അല്ലെ, ഗ്ലാസ് ട്യൂബിന്റെ സൈഡിൽ നമുക്ക് ഒരു ഗ്ലോ കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ ഗ്ലോ വിൽ ബി ചേഞ്ച്ഡ്. ദിസ് ഇൻഡിക്കേറ്റ് presence of electric charge in the rays emerge from. ഇത് എന്തൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത്? ഇലക്ട്രിക് ചാർജ് ആ റേസിൽ എമിറ്റ് ആയിട്ടുണ്ട്, അല്ലെ. വില്യം ക്രൂക്സ് 1832 to 1919. In 1875, William Crook conducted some experiment using a modified form of gaseless discharge tube, which helped in clarification of nature of gas. ഏത് ഗ്യാസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The changes observed in cathode ray tube experiment when pressure is decreased inside the tube and study of the characteristic of cathode rays. അതായത് പ്രഷർ കുറയുകയാണെങ്കിൽ, ആ ട്യൂബിൽ കുറയുകയാണെങ്കിൽ എന്താണ്? കാഥോഡ് റേയിൽ കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഡിസ്കവറി ഫാക്ട് that atom can be divided and atoms are made up of extremely minute subatomic particle smaller than atom. Eugen Goldstein 1850 തൊട്ട് 1930 വരെ. He was the scientist who recognized the presence of positive charge in gases, അല്ലെ. പോസിറ്റീവ് ചാർജ്, ഗ്യാസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? യൂജൻ ഗോൾഡ്സ്റ്റെയിൻ ആണ്. എന്ത് കണ്ടക്ട് ചെയ്തിട്ട്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. In 1886, he produced anode rays using discharge tube and found the presence of positive charge by studying the feature of anode rays. അപ്പൊ എന്താ കണ്ടക്ട് ചെയ്തത്? ആനോഡ് റേ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ, ഡിസ്ചാർജ് ട്യൂബിൽ കൂടി. അപ്പൊ ആനോഡ് റേയുടെ പ്രസന്റ് തന്നെയാണ് പോസിറ്റീവ് ചാർജ്. Too many evidences to oppose Dalton's atomic theory. Next is the Wilhelm Röntgen. The experiment, that is 1845 to 1923. Experiment conducted by William Röntgen using Crookes discharge tube led to the discovery of X-rays.
അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് കൂടെയുള്ള എക്സ്പെരിമെന്റ് ആണ് എന്ത് എക്സ്റേ കണ്ടുപിടിക്കാൻ November 8, 1895. He placed an aluminum plate on the path of the cathode ray and reflected the rays. അദ്ദേഹം എന്താ ചെയ്തത് അലുമിനിയം പ്ലേറ്റ് വെച്ചു അല്ലെ കാഥോഡ് റേയുടെ പാത്തിൽ ഒരു അലുമിനിയം പ്ലേറ്റ് വെച്ചു എന്നിട്ട് ആ റിഫ്ലക്റ്റഡ് ദ റേസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേസ് എമർജ്ഡ് ഫ്രം ദം ആൻഡ് ആർ കോൾഡ് എക്സ്റേസ് ലേറ്റർ ഇറ്റ് കണ്ടിന്യൂ ടു ബി നോൺ ആസ് അതിനുശേഷം അതിന് എന്തായിട്ട് അറിയപ്പെടും എക്സ്റേ ഇറ്റ് സെൽഫ് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റൽ ഡിസ്കവറി ദാറ്റ് ഹാപ്പൻഡ് വൈൽ ഡൂയിങ് സ്റ്റഡീസ് ഓൺ ദ പെട്ടെന്നുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു അത് ഇതെന്താണ് മെഡിക്കൽ സയൻസ് ഇൻഡസ്ട്രി കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് അബൌട്ട് J.J. Thomson 1856 to 1940. J.J. Thomson experiments helped in changing the ideas about an atom that existed at that time and in forming new concepts. He proved that the rays originating from the cathode are made up of negatively charged. അപ്പോൾ rays originating from cathode അല്ലെ കാഥോഡിൽ നിന്ന് വരുന്ന rays എന്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. He also made it clear that this particle possesses mass and energy. അവർക്ക് എന്തൊക്കെയുണ്ട് മാസും എനർജിയും ഉണ്ട് അല്ലെ when an electric discharge was passed all the gases have the same negative particles irrespective of the nature of the gas. Hence he substantiated that these particles are common to all substances. He proved that they are much smaller particles than the atom and are part of atoms അല്ലെ ചെറിയ പാർട്ടിക്കിൾസ് ആണ് ആറ്റംസിനെക്കാട്ടി ചെറിയ പാർട്ടിക്കിൾസ് ആണ് the scientific world approved that the discovery of J.J. Thomson that is atom can be divided അദ്ദേഹം എന്താ പ്രൂവ് ചെയ്ത ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക ഇലക്ട്രോൺ എന്ന് പറയുക പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ പ്രോട്ടോൺ എന്നും പറയും Ernest Rutherford 1871 to 1937. The discovery of electron energized search for other particles in an atom അല്ലെ ആറ്റത്തിലെ വേറെ പാർട്ടിക്കിൾസിനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ even though the presence of positive charge in substance had been identified earlier. അതായത് സബ്സ്റ്റൻസിൽ എന്താ ഉള്ളത് പോസിറ്റീവ് ചാർജ് അല്ലെ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് റൂദർഫോർഡ് ഹു പ്രൂവ്ഡ് ഇറ്റ് ഒതന്റിക്കലി ഹി കണ്ടക്ടഡ് എക്സ്പെരിമെന്റ് ബൈ പാസിംഗ് എന്ത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് എന്താ ഗോൾഡ് ഫോയിലിലൂടെ കടത്തിവിട്ടപ്പോ അല്ലെ ആൽഫ റേസ് ദാറ്റ് കം ഔട്ട് ത്രൂ ദ ഗോൾഡ് ഫോയിൽ എന്താ അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ എന്താണ് നമ്മൾ ഗോൾഡ് ഫോയിലിലൂടെ കടത്തിവിട്ടു അപ്പോ എന്താ സംഭവിച്ച ദ ആൽഫ റേസ് ആണ് എന്താ ഗോൾഡ് ഫോയിലിലൂടെ വന്നത് അത് ഈ സർക്കുലർ ഫോട്ടോഗ്രാഫി ഫിലിമിലേക്ക് പതിക്കും ഹി മെയ്ഡ് സം ഇൻഫറൻസസ് ബൈ അനലൈസിംഗ് ദ ഒബ്സർവേഷൻ ഹി സബ്സ്റ്റാൻഷിയേറ്റഡ് ദാറ്റ് ദ മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം അല്ലെ ആറ്റത്തിലെ പകുതി ഭാഗം എന്താണ് ശൂന്യമായിരുന്നു ആൻഡ് ദർ ഇസ് എ സ്മോളർ പാർട്ട് ഇൻസൈഡ് ദ ആറ്റം ആറ്റത്തിന്റെ അകത്ത് എന്തുണ്ടാണ് ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു പോസിറ്റീവ് ചാർജ് ഉള്ളത് ആ സെൻട്രൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ന്യൂക്ലിയസ് എന്ന് പറയാറ് scientific world recognize the presence of positively charged center in an atom on the basis of the further experiments in 1920 it was proved that particles they were responsible for the positive charge are atoms or protons its charge was found to be equal and opposite to that of the electron it is determined that the mass of a proton is equal to the mass of a hydrogen atom. അപ്പോൾ പ്രോട്ടോണിന്റെ മാസ് ഈക്വൽ ടു എന്താണ് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. He also predicted the presence of chargeless particle in the nucleus. The next one is James Chadwick 1891 to 1974. James Chadwick learned and conducted experiments under the guidance of Rutherford. Rutherfordന്റെ എന്താണ് ഗൈഡൻസിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ചെയ്തത്. In 1932 he proved scientifically that inside the nucleus of an atom there are neutral particles അപ്പൊ ന്യൂക്ലിയസിന്റെ അകത്ത് എന്ത് ചാർജ് ഉള്ളതും ചാർജ് ഇല്ലാത്തതും ഉണ്ട് അല്ലെ having mass equal to that of protons chargeless particle is a neutron ചാർജ് ഇല്ലാത്തവയാണ് എന്ത് ന്യൂട്രോണുകൾ total mass of an atom is concentrated in the nucleus ഈ ടോട്ടൽ മാസ് എവിടെയാണ് ന്യൂക്ലിയസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് neutrons that possess mass in the nucleus atom of all elements are made up of particles അല്ലെ എല്ലാ atom of all elements എല്ലാ എലമെന്റ്സിന്റെ ആറ്റം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ the difference in the number of these particles make an element different from that of others എന്തൊക്കെയുള്ള ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ട് ഫീച്ചേഴ്സ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ന്യൂട്രോൺ ചാർജ്ലെസ് ഇലക്ട്രോണിന്റെ മാസ് ഈസ് വെരി ലെസ്
Proton mass equal to that of hydrogen atom. Neutron mass equal to that of hydrogen atom. Electron is seen outside the nucleus. Proton is seen inside the nucleus, seen in the nucleus. Neutron also is seen in the nucleus. Atom is electrically neutral. There are electrically charged particles in an atom, negatively charged electrons and positively charged protons. But the presence of electric charge has not been felt to atoms or to molecules made up of atoms. Rutherford's planetary model of atom. What is that? Rutherford through this experiment found that atom has a center. Atomത്തിന് ഒരു center ഉണ്ട്. പിന്നെന്താ? Whole mass of an atom is concentrated. ആ സെന്ററിൽ എന്താ ഉള്ളത്? ന്യൂക്ലിയസ് അല്ലേ? It is he who suggested a more or less acceptable model of atom. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ആറ്റത്തിന്റെ ഒരു മോഡല് അവതരിപ്പിച്ചത്. അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? Planetary model of atom can be assumed that part of an atom arranged in the solar system. സോളാർ സിസ്റ്റത്തിൽ എങ്ങനെയാണോ പ്ലാനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേ മാതൃകയിലാണ് ആറ്റംസ് ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. See here, solar system ഒരു സെന്റർ ഉണ്ട് അല്ലെ? Sun is at the center. ഇവിടെയാണെങ്കിലോ ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. ന്യൂക്ലിയസ് ആണ് അതിന്റെ സെന്റർ. Planets revolve around the sun in orbits. Here, electrons revolve around the sun in nucleus in shells. Atomic model proposed by Rutherford was generally acceptable. But according to the model, ഈ മോഡൽ അനുസരിച്ച് എന്താണ്? Electrons should eventually collapse to the nucleus. Electrons അല്ലെ ന്യൂക്ലിയസ് ആയിട്ട് കൊളാപ്സ് ചെയ്തിട്ട് as they lose their energy while revolving within the field of attraction of the nucleus. But this does not happen in atom. ഇത് ആറ്റത്തിന് സംഭവിക്കില്ല. Rutherford failed to give an explanation to this doubt. Rutherford ഇതിനുള്ള explanation തരാൻ പറ്റിയില്ല. See here, it is electron and center one is the nucleus. Bohr model of atom. Niels Bohr proposed a new atomic model by giving a better explanation to the Rutherford model. അല്ലെ? നീൽ ബോർ എന്ത് ചെയ്തു? ഒരു പുതിയ അറ്റോമിക് മോഡൽ തന്നു. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ? റൂദർഫോർഡ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പുതിയ അറ്റോമിക് മോഡൽ തന്നു. ദിസ് മോഡൽ ഈസ് നോൺ ആസ് ദ ബോർ മോഡൽ. ഈ മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോർ മോഡൽ എന്ന് പറയുന്നത്. ബോർ മോഡൽ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഗിവിംഗ് ലൂസിഡ് എക്സ്പ്ലനേഷൻ ടു ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ആറ്റം. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തത്? ആറ്റത്തിന്റെ ഫീച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ബോർ മോഡൽ, ദ റിവോൾവിംഗ് പാത്ത് ട്രേസ്ഡ് ബൈ ഇലക്ട്രോൺ. അപ്പൊ റിവോൾവിംഗ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർബിറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയുക. മെയിൻ ഐഡിയാസ് ഓഫ് ദ ബോർ മോഡൽ. ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്ത്. അല്ലെ? ഇലക്ട്രോൺ എന്ത് ചെയ്തു? ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട്. ആ പാതയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? ഓർബിറ്റ് ഓർ ഷെൽസ് എന്ന് പറയുക. ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഷെല്ലിനും അതിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ട്. ഹെൻസ് ആ ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക? എനർജി ഷെൽസ് എന്ന് പറയാറ്. As long as the electron revolve in a particular orbit, the energy remains constant. അല്ല, എത്ര കാലത്തോളം ഈ ഇലക്ട്രോൺ ആ ഓർബിറ്റിന് ചുറ്റും സഞ്ചരിക്കുന്നുവോ അതിന്റെ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? എനർജി ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. എനർജി എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജിയും ഇൻക്രീസ് ചെയ്യും. ഷെൽ അറൌണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പർഡ്. അപ്പൊ ആ ഷെല്ലിനെ നമുക്ക് നമ്പർ ചെയ്യാം. അങ്ങനെ 1 2 3 4 5 എക്സെട്ര, or by the letters K, L, M, N, O, etc. Mass number and atomic number. Name of the particle. What is that name? Proton. Position nucleus. Mass എത്രയാണ്? Used for practical purpose 1U. Electron nucleus. എത്രയാ mass? 0. Neutron outside nucleus. That is mass is 1U. What are the fundamental particles whose mass are neutron also in the nucleus? Responsible for the mass of an atom. That is, the total number of proton and neutron in an atom is called the mass number. അപ്പോൾ പ്രോട്ടോന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ ആണ്, ടോട്ടൽ നമ്പർ ആണ് എന്ത്? മാസ് നമ്പർ. അതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. പൊസിഷൻ ചാർജ് ഓഫ് ദ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം. സിൻസ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലെ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഈക്വൽ ഇൻ ദ ആറ്റം. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും എന്തായിരിക്കും? ഈക്വൽ ആണ് ആറ്റത്തില്. Proton in an atom do not undergo any change in any circumstances mentioned above. Hence, the number of proton in an atom gains utmost significance.
Therefore, an atom is identified by the number of proton it. Atom എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അതിലുള്ള പ്രോട്ടോണിന്റെ നമ്പറിലാണ് അത് ഐഡന്റിഫൈ ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം, അതിന് എന്താ പറയുക നമ്മൾ? അറ്റോമിക് നമ്പർ റെപ്രസെന്റഡ് ബൈ സെഡ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണിന് നമ്മൾ എന്താ പറയുക? അറ്റോമിക് നമ്പർ റെപ്രസെന്റഡ് ബൈ സെഡ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും. Number of neutrons, that is mass number minus the atomic number. മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ന്യൂട്രോണിന്റെ നമ്പർ കിട്ടുക. If we include the mass number, atomic number in the symbol of an atom, more details the atom can be inferred. On the that is mass number on the top left side of the symbol, atomic number on the bottom side. അപ്പോൾ സോഡിയത്തിന്റെ ആണെങ്കിൽ 23 ആണ് എന്ത്? മാസ് നമ്പർ. അറ്റോമിക് നമ്പർ പറയുമ്പോൾ അറ്റോമിക് നമ്പർ 23യും മാസ് നമ്പർ ആണ് എന്ത്? 11 അല്ലേ? അറ്റോമിക് നമ്പർ ആസ് സെഡ്. അറ്റോമിക് നമ്പർ ആണ് സെഡ്. അറ്റോമിക് നമ്പർ ഇറ്റ് ഈസ് സെഡ്. മാസ് നമ്പർ ഈസ് എ. മാസ് നമ്പർ ആണ് നമ്മൾ എ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണത്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, കാർബൺ, നിയോൺ ആൻഡ് ആർഗൺ. അപ്പൊ ഇതിലെന്താണ്? അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1, പ്രോട്ടോണിന്റെ എണ്ണം എത്രയാ? 1, ഇലക്ട്രോണിന്റെ എണ്ണം 1, ന്യൂട്രോൺ 0. ഹീലിയം ആണെങ്കിലോ അറ്റോമിക് നമ്പർ എത്രയാ? 2, മാസ് നമ്പർ 4, പ്രോട്ടോൺ 2, ഇലക്ട്രോൺ 2, ന്യൂട്രോൺ 2. ലിഥിയം ആണെങ്കിലോ അറ്റോമിക് നമ്പർ 3, മാസ് നമ്പർ 7, പ്രോട്ടോൺ ആണെങ്കിൽ 3, ഇലക്ട്രോൺ ഓൾസോ ഇറ്റ് ഈസ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് 3, ന്യൂട്രോൺ ആണെങ്കിൽ 4. ദാറ്റ് ഈസ് 7 minus 3 4. Likewise you have to write the others also. Atomic number, electronic configuration of an atom. അപ്പോൾ ഇലക്ട്രോണിക് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? എലമെന്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എത്രയാണ്? അറ്റോമിക് നമ്പർ 1, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1, കെ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 1. ഹീലിയം ആണെങ്കിലോ അറ്റോമിക് നമ്പർ 2, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2, കെ ഷെല്ലിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്? 2 ആണ്. അടുത്തത് ലിഥിയം, അറ്റോമിക് നമ്പർ 3 അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺ 3. ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 2ഉം 1ഉം അല്ലെ? കെ ഷെല്ലിൽ 2ഉം എൽ ആണെങ്കിൽ 1ഉം. അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ബെറിലിയം ആണെങ്കിൽ 4, 2 2. ദെൻ ബോറോൺ ആണെങ്കിൽ 5, 3 2, 2 3. ലൈക്ക്വൈസ് ഇത് നോക്കിയേ ആർഗൺ. അപ്പൊ നിയോൺ 10 ആവുമ്പോൾ എന്താ? മാക്സിമം ആണ് അല്ലെ? കെയില് 2ഉം എല്ലില് 8ഉം. ഇനി അടുത്ത ആർഗൺ 18, 2 8 8. കെ ഷെല്ലിൽ ഇറ്റ് ഈസ് 2, എൽ ഇറ്റ് ഈസ് 8. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് അല്ലെ? ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2n². n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഷെൽസ് ആണ് അല്ലെ? അപ്പൊ കെ ഷെല്ലിലാണെങ്കിൽ മാക്സിമം നമ്പർ എത്രയാണ്? 2n² എന്ന് പറയുമ്പോൾ 2 into 1² ദാറ്റ് ഈസ് 2. എൽ ആണെങ്കിലോ 2 into 2² ഈസ് 8. എം ആണെങ്കിലോ 2 into 3² ദാറ്റ് ഈസ് 3², 9 into 2 18. n ആണെങ്കിലോ 4, 2 into 4² that is 16 into 2 that is 32. Filling up of electron in shells of higher energy happens only after the shell of lower energy. ചെറിയ എനർജി ലെവൽ ഫില്ല് ചെയ്ത ശേഷം മാത്രമേ എവിടേക്ക് പോവുള്ളൂ? ഹയർ എനർജി ലെവലിലേക്ക് പോവുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഔട്ടർ ഷെൽ അല്ലെ? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യണതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതാത്? ഹൈഡ്രോജൻ എത്രയാണ്? 1 പ്രോട്ടോൺ, 0 ന്യൂട്രോൺ അല്ലെ? ഹീലിയം ആണെങ്കിൽ 2 പ്രോട്ടോൺ ആണ്. പിന്നെന്തൊക്കെയാ? ലിഥിയം 2 1, ബെർലിയം 2 2, ബോറോൺ. അപ്പൊ കെ ഷെല്ലാണെങ്കിൽ 2, ബോറോൺ 3 അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എൽ ഷെല്ലില് 3. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അനുസരിച്ചിട്ടാണ് ഈ ഷെല്ലില് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്. ഇവിടെ നിയോണില് 10 ആണ്. അപ്പൊ കെയില് 2, എല്ലിലാണെങ്കിൽ എത്രയാണ്? 8 മാക്സിമം അല്ലെ? സോഡിയം ആണെങ്കിലോ കെയില് 2, എല്ലിലാണെങ്കിൽ 8, എമ്മിലാണെങ്കിൽ 1. ആർഗൺ 2 8 8, കെയിലാണെങ്കിൽ 2, എല്ലാണെങ്കിൽ 8, then m ആണെങ്കിലും 8. Likewise the distribution take place. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമുക്ക് ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം.
Okay. Aluminum. Bohr model of an atom is given. Then the Bohr model തന്നിട്ടുണ്ട് അല്ലേ 13 അപ്പോൾ 13 എങ്ങനെ 2 then 8 then 3. അപ്പോൾ atomic number എന്ന് പറയുന്നത് എന്താണ് 13. Mass number 27. Number of protons that is 13. Number of electrons is also 13. Neutrons പറയുമ്പോൾ 14. Electronic configuration 2, 8, 3. Isotope. You must have understood that the number of proton in an atom determine the elements. അപ്പോൾ എത്ര പ്രോട്ടോൺ ആണ് ഉള്ളത് അതാണ് ആ എലമെന്റിനെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുക അല്ലേ പ്രോട്ടിയം ഡ്യൂട്രിയം ആൻഡ് ട്രീഷ്യം. Which is the particle that differ in the number in the atoms? As the number of proton in the atom are the same. പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആണ് അല്ലേ. Atoms of the same element having the same atomic number. ഒരേ അറ്റോമിക് നമ്പർ ഉണ്ട് പക്ഷെ എന്താണ് മാസ് നമ്പറിൽ മാത്രം വ്യത്യാസം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഐസോടോപ്പ് എന്ന് പറയാറ്. അപ്പൊ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതൊക്കെയാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം ആർ ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. See how they are represented. എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോട്ടിയം എങ്ങനെയാ H11, ഡ്യൂട്ടീരിയം ആണെങ്കിലോ H21, ട്രീഷ്യം ആണെങ്കിലോ H31. Isotope of element show slight differences in the physical property. Physical properties ലാണ് അവരൊരു വ്യത്യാസം കാണിക്കുക. Most of the elements have isotope. To identify the isotope given അല്ലെ കാർബണിന്റെ ഐസോട്ടോപ്പ് ആണ് തന്നിരിക്കുന്നത് കാർബൺ 12, 13, 14. സിമ്പിൾ എങ്ങനെയാണ് C6, 12, C6, 13, C6, 14. അറ്റോമിക് നമ്പർ സെയിം ആണ് മാസ് നമ്പറിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. Isotopes of great adverse that is deuterium, the hydrogen of isotope of hydrogen. എന്തിനാ ഉപയോഗിക്കുന്നത് it is used in atomic reactors. അറ്റോമിക് റിയാക്ടറിലാണ് നമ്മൾ ഡ്യൂട്ടീരിയത്തിന്റെ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെയോ കാർബൺ 14 എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഏജ് ഓഫ് ഫോസിൽസ് അല്ലെ ഫോസിലുകളുടെ കാലപ്പഴക്കവും പിന്നെ പ്രീ ഹിസ്റ്റോറിക് ഒബ്ജക്ട്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് കാർബൺ 14 യൂസ് ചെയ്യുന്നത്. ഐസോട്ടോപ്പ് ഓഫ് ഫോസ്ഫറസ് 31 എന്തിനാ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെ ന്യൂട്രിയ പ്ലാന്റ്സിലുള്ള ന്യൂട്രിയൻ എക്സ്ചേഞ്ച് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് phosphorus 31 യൂസ് ചെയ്യണത്. Then next one is isobars are atom having the same mass number. Isobar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ സെയിം ആയിരിക്കും പിന്നെന്താണ് അറ്റോമിക് നമ്പറിൽ വ്യത്യാസം വരും. Atoms have the same number of neutron. ന്യൂട്രോൺ ഒരുപോലെ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും ഐസോട്ടോൺ എന്ന് പറയും അല്ലേ. What is that? N15, 7, C6, 14 are examples of isotones. Are atoms of different elements. Iodine 131, cobalt 60 are used in medical diagnosis. എന്തിനൊക്കെയാ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ യൂസ് ചെയ്യും പിന്നെ ട്യൂമർ ഒക്കെ അല്ലെ ഉള്ളതിന്. യുറേനിയം 235 it is used as a fuel. അറ്റോമിക് റിയാക്ടറിൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് യുറേനിയം 235. അപ്പൊ 0, 15, 8 എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ് 8, മാസ് നമ്പർ 15, പ്രോട്ടോൺ 8, ഇലക്ട്രോൺ 8, ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ 15 നിന്ന് 8 പോകും അപ്പൊ എത്രയാ 7. The next one is 0, 8, 16 means atomic number it is 8, mass number 18, protons means 8, electrons 8, neutrons means we have to subtract this from, that is 16 has to be subtracted from 8, we get 8. Next one it is oxygen, that is 17, 8. Likewise you have to distribute. Higgs boson, the God particle. The standard model theory of origin of universe is an important as a theory of evolution in biology. അതിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റാൻഡേർഡ് മോഡൽ തിയറി. That is 17 fundamental particles. What are they included? They can include fermions, which is known as the matter components and bosons, and also as the energy carriers. The way in which the particle get mass could not be satisfactorily explained. Higgs boson is the fundamental particle proposed. Who is that? Where in CERN laboratory in Geneva. ആണ് ഹിഗ്സ് ബോസോൺ പ്രൊപ്പോസ് ചെയ്തത്. എ പാർട്ടിക്കിൾ സിമിലർ ടു വൺ predicted by the standard model of atom. Standard model concept regarding how the structure of atom developed and the different model of atom. So in this chapter we have studied many scientists, their contribution to the chemistry and also their experiment inferences we have noticed, then the electronic configuration of the atoms, everything we had seen. That's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.